Neville has only 2 items of inventory on hand at its reporting date. Welcome to Entry Elevate ACCS Financial Reporting Classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് IAS2 ഇൻവെൻട്രീസ്. ഈ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മുടെ കമ്പനിയുടെ ആ ഒരു സ്റ്റോക്ക്. അതായത് ഇപ്പോൾ ഒരു ഫാഷൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി ആണെങ്കിൽ അവരെ ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? ടെക്സ്റ്റൈൽ, നമ്മുടെ ഡ്രസ്സസ് അല്ലേ, നമ്മുടെ ക്ലോത്ത്സ്, അതാണ് അവിടെ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ വേറെ ഏത് പറയാം, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് പ്രോസസ്സിംഗ് ഉള്ള ഒരു ഫാക്ടറി ആണെങ്കിൽ അവിടെ ഇൻവെൻട്രി എന്തായിരിക്കും? ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ അവർക്ക് ഇൻവെൻട്രി ആയിട്ട് വരുന്നത് അല്ലേ. സോ അവിടെയുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? ഇൻവെൻട്രി എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ഈ ഇൻവെൻട്രീസിനെ എങ്ങനെ വാല്യൂ ചെയ്യാം, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഹൗ ടു മെഷർ ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് ഷുഡ് ബി മെഷേർഡ് അറ്റ് ദി ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. കോസ്റ്റും നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇതിലേതാണോ ലോവർ, ആ ലോവർ വാല്യൂവിൽ വേണം നമ്മൾ ഇൻവെൻട്രീൻ്റെ കൊടുക്കാൻ വേണ്ടിക്ക്. ഓക്കെ, സോ ഇനി എന്താണ് ഈ കോസ്റ്റ്, എന്താണ് ഈ NRV എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. സോ വാട്ട് ഈസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിൽ. അത് നമ്മളെ സെല്ലിംഗ് പ്രൈസിന്ന് ഈ സെയിലാക്കാൻ എന്തെങ്കിലും ചിലവ് വേണമെങ്കിലും അല്ലെങ്കിൽ ഈ കംപ്ലീഷൻ എന്തെങ്കിലും ചിലവ് വേണമെങ്കിലും ആ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള വിലയിനാണ് നമ്മൾ എന്ത് പറയുക? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോസ്റ്റ്? ഓക്കെ, കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? കോസ്റ്റ് ഓഫ് പെർച്ചേസ് ഇൻക്ലൂഡ് ചെയ്യും, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് പോയിന്റോ, other cost incurred in bringing the inventories to their present condition and location. സോ നമ്മളിപ്പോൾ ഒരു ഇൻവെൻട്രി മേ ബി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരാം അല്ലേ, അത് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഈ പ്രൊഫഷണൽസിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും, ഹാൻഡ്ലിംഗ് ടെസ്റ്റിംഗ് കോസ്റ്റ് ഒക്കെ വരും. സോ ഇങ്ങനെ എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ കോസ്റ്റ് ഓഫ് പെർച്ചേസിൽ എന്തൊക്കെ വരും? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഇൻവെൻട്രി 100,000 പെർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100,000നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പെർച്ചേസ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാം? ഇമ്പോർട്ട് ഡ്യൂട്ടീസോ വേറെ എന്തെങ്കിലും ടാക്സസോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം. അതേപോലെ ട്രാൻസ്പോർട്ട് ഹാൻഡ്ലിങ്ങോ വേറെ എന്തെങ്കിലും കോസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിക്ക് അട്രിബ്യൂട്ടബിൾ ടു ദി അക്യൂസേഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ് സർവീസസ് ആൻഡ് മെറ്റീരിയൽസ്, അങ്ങനെ എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് റിബേറ്റ്സ് ആൻഡ് അതർ സിമിലർ എമൗണ്ട്സ്, നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എമൗണ്ടിൽ എന്തെങ്കിലും റിഡക്ഷനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് പെർച്ചേസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചാൽ അതിനെ റോ മെറ്റീരിയൽ വാങ്ങിച്ചാൽ അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കണ്ടേ? ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിൽ കുറേ ക്ലോത്ത്സ് ഉണ്ട്, പക്ഷെ ഇതൊരു ഔട്ട്പുട്ട് ഒരു ഡ്രസ്സായിട്ട് കിട്ടണമെങ്കിൽ ചുമ്മാ ആവോ? ഇല്ല, അവിടെ ലേബറും വേറെ ഡയറക്റ്റ് മെറ്റീരിയൽസ്, വേറെ എന്തൊക്കെയോ മെറ്റീരിയൽസ് ലൈക്ക് ത്രെഡ്സ്, പെൻസ്, അങ്ങനെ പല മെറ്റീരിയൽസും വേണം അല്ലേ. സോ ഇതൊക്കെ കൂട്ടിയാലേ ഫൈനലി എന്തായി കിട്ടുള്ളൂ? ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു ഡ്രസ്സായി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയുടെ കേസ് ആണെങ്കിലാണേ ഓക്കെ പറയുന്നത്. സോ കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ ദി ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതൊക്കെ എന്താണ്? കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ പെടുന്നതാണ്. Fixed and variable production overheads that are incurred in converting materials into finished goods allocated on a systematic basis. പിന്നെ നമ്മളിത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുമ്പോൾ വന്ന എന്തെങ്കിലും പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ഉണ്ടെങ്കിൽ ഇതും നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നമ്മളിപ്പോൾ ഇതുവരെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഐറ്റംസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ്. ഇനി എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. Abnormal amounts of wasted material, labor or other production cost. Abnormal amounts of wasted materials, labor or other production cost എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഒരുപാട് മെറ്റീരിയൽ എടുത്തുപോയി അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റ് ആയിപ്പോയി. അങ്ങനെ അത് എപ്പോഴും സംഭവിക്കുന്ന കേസസ് അല്ലല്ലോ, സർട്ടൻ സിറ്റുവേഷൻസിൽ സംഭവിക്കുന്നില്ലേ. സോ അങ്ങനെ ഒരു അബ്നോർമലായിട്ട് നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട. സ്റ്റോറേജ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് കോസ്റ്റ് വിച്ച് ആർ നെസസറി ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ബിഫോർ എ ഫർദർ പ്രൊഡക്ഷൻ സ്റ്റേജ്.
പ്രൊഡക്ഷൻ പ്രോസസ്സായിട്ട് ബന്ധപ്പെടാത്ത വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് നോട്ട് ഇൻകേർഡ് ടു ബ്രിങ് ഇൻവെൻട്രീസ് ടു ദിയർ പ്രസൻറ്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻസ്. നോർമലി നമ്മൾ പറഞ്ഞത് എന്താണ്, അതിനെ പ്രസൻറ്റ് കണ്ടീഷനിൽ ലൊക്കേഷനിൽ എത്താനുള്ള കോസ്റ്റ് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ അതിലെന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പിന്നെ സെല്ലിംഗ് കോസ്റ്റും നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ പറയുന്നത് നോക്കാം. What should be the total value of these two items of inventory in the statement of financial position? ഓക്കെ, 2 ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് വാല്യൂ ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എങ്ങനെ ഇടാം? കാരണം ഈ ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു കറണ്ട് അസറ്റ് ആണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കറണ്ട് അസറ്റിൽ വരുന്ന ഒരു കാര്യമാണ് ഏത്, ഇൻവെൻട്രി. ഇതിനെങ്ങനെ വാല്യൂ ചെയ്യാം, വാല്യൂ ചെയ്യേണ്ടതാണ് നമ്മളിപ്പം പഠിച്ചിട്ടുള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Navile has only 2 items of inventory on hand at its reporting date. Item 1, materials costing 24,000. സോ നമുക്ക് ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. സോ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യാം. സോ ഇവിടെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 24,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. For processing and assembly for a customer under a one-off order which is expected to produce high profit margin. Since buying this material, the cost price has fallen to 20,000. പിന്നെ വേണ്ടത് എന്താണ്, NRV, അതായത് നമ്മൾ സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, എത്രയാണ് സെയിൽസ് പ്രൈസ് മൈനസ് കോസ്റ്റ് ടു സെൽ അല്ലെങ്കിൽ കോസ്റ്റ് ടു കംപ്ലീഷൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡാറ്റ തന്നിട്ടുണ്ടോ? ചിലവർ പെട്ടെന്ന് വിചാരിക്കും ഈ 20,000 എന്ന്. ബട്ട് ഈ 20,000 NRV ആണോ? അല്ല, നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാട്ടെ. കോസ്റ്റ് പ്രൈസ് ഹാസ് ഫോളൻ ടു 20,000. നമ്മൾ വാങ്ങിച്ച ശേഷം അതിൻ്റെ വില കുറഞ്ഞു. ഇത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ലെസ് കോസ്റ്റ് സെൽ അല്ലെങ്കിൽ കോസ്റ്റ് കംപ്ലീഷൻ, അതായത് NRV ആണോ? അല്ല. സോ ഇവിടെ NRV ഒന്നും തന്നിട്ടില്ല. സോ ഇൻവെൻട്രിയുടെ വാല്യൂ എന്തായിരിക്കും ഐറ്റം 1ൻ്റെ കേസിൽ 24,000. ഇനി ഐറ്റം 2 എന്താണെന്നുള്ളത് നോക്കാം. A machine constructed for another customer for a contracted price of 36,000. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 36,000 ആണ് കസ്റ്റമറിന് വെക്കുന്നത്. അതായത് ഇതാണ് എന്ത്, സെല്ലിംഗ് പ്രൈസ്. കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്കിവിടെ നോട്ട് ചെയ്യാം. കോസ്റ്റ് വരണം അത്രേ, NRV സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 36,000. This has recently been completed at a cost of 33,600. കോസ്റ്റ് എത്രയാണ്, 33,600. It has now been discovered that in order to meet certain health and safety regulations modifications at an extra cost of 8,400 will be required. Extra ഒരു 8,400 കൂടി സെയിൽ ചെയ്യാൻ ആവശ്യമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. The customer has agreed to meet half of the extra cost. കസ്റ്റമർ എന്ത് ചെയ്തു, ഹാഫ് കോസ്റ്റ്. കാരണം ഇത് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ എത്ര വേണമെന്നാണ് പറയുന്നത്, സെല്ലിംഗ് കോസ്റ്റ്, സെയിൽസ് പ്രൈസ് ഓക്കെ 36,000 അത് ഓക്കെ. ബട്ട് NRV എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് ടു സെൽ അല്ലെങ്കിൽ കോസ്റ്റ് മൈനസ് കോസ്റ്റ് ടു കംപ്ലീഷൻ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ടു സെൽ, സെയിൽ ചെയ്യാൻ എക്സ്ട്രാ എത്രയും കോസ്റ്റ് വേണം, 8,400 കൂടി വേണം. ബട്ട് കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാഫ്, അതിൻ്റെ പകുതി കോസ്റ്റ് കസ്റ്റമർ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എത്ര എടുക്കണ്ടു, ഹാഫ് ദി കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ 8,400 പകുതി എന്ന് പറയുമ്പോൾ എത്ര വരിക, 4,200. സോ 36,000 മൈനസ് 4,200 എന്ന് പറയുമ്പം 31,800 ആണ്. സോ ഈ കേസിൽ ഏതാണ് ലോവർ, നമ്മുടെ കോസ്റ്റ് ആണോ അല്ല NRV ആണോ? ഒബ്വിയസ്ലി നമ്മുടെ NRV ആണ് ലോവർ അല്ലേ, 31,800. സോ നമ്മുടെ ഈ ഇൻവെൻട്രിയുടെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും, 2 ഐറ്റംസും കൂടിയിട്ട്. ഫസ്റ്റത്തെ കേസിൽ 24,000 പ്ലസ് രണ്ടാമത്തെ വാല്യൂ എന്താണ്, 31. 55,800 ആണ് നമ്മുടെ ഇൻവെൻട്രിയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. സോ ഇത് ക്ലിയർ അല്ലേ? ഐറ്റം 1 നമ്മൾ നോക്കി കോസ്റ്റ് ആണോ NRV ആണോ, അപ്പം കോസ്റ്റ് ആണ്. ഐറ്റം 2ൻ്റെയും കോസ്റ്റ് ഓഫ് NRV നോക്കി, അപ്പോൾ ലോവർ വരുന്നത് ഏതാണ്, NRV ആണ്.
സോ അത് രണ്ടും കൂടി നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ഇൻവെൻട്രിയുടെ വാല്യൂ വരുന്നത് എത്രയാണ് 55,800. സോ ഇനി നമ്മൾ SOFPയിൽ അസറ്റിൽ കറണ്ട് അസറ്റിൻ്റെ താഴെ എന്ത് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് എത്ര വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ 55,800 ആണ് വാല്യൂ കൊടുക്കേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത്. സോ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നതും അതിൽ ഓരോ പാർട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ആയിട്ട് എന്താണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് മീൻസ് ഈ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കേസസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കവർ ചെയ്തു. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.